എക്സ്മാൻ 97. ഈ ഒരു സീരീസ് കണ്ടു തുടങ്ങുന്ന സമയത്ത് ഞാൻ മാർവലിൻ്റെ ഏതൊരു സീരീസും പോലെ ഒരു നോർമൽ സീരീസ് ആയിരിക്കും, ഒരു അനിമേറ്റഡ് സീരീസ് ആണല്ലേ, അപ്പം അതിൻ്റെ ആ ഒരു കാര്യങ്ങളെ കാണുള്ളൂ, ഒരു സാധാ മാർവൽ എല്ലാ തവണ കാണിക്കുന്ന പോലെ ഒരു സീരീസ് ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഈ ഒരു എക്സ്മാൻ 97 കണ്ടു തുടങ്ങുന്നത്. പക്ഷേ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നമ്മളുടെ ആ ഒരു തോട്ട് മാറ്റി ഇതൊരു വൺ ഓഫ് എ കൈൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ ഓരോ എപ്പിസോഡ് പിന്നെ അവർ മേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡൊക്കെ നമ്മൾ ഓക്കെ ഇതൊരു നോർമൽ സീരീസാണ് അല്ലെങ്കിൽ നോർമൽ ആനിമേറ്റഡ് സാധനമാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഒരു 5 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡ് ബ്ലോയിങ് സാധനമാണ്. ഓരോ എപ്പിസോഡും വേറെ ലെവൽ മേക്കിംഗ് ആണ്. സ്റ്റോറി വൈസ് ആയാലും കണ്ടിന്യൂറ്റി ആയാലും നമ്മളെ ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫൈനൽ 2 എപ്പിസോഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഗംഭീര സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കുറേ അധികം ക്യാമിയോസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലിൽ നമ്മൾ അനിമേറ്റഡ് സാധനങ്ങളിൽ കാണണം എന്ന് ആഗ്രഹിച്ച് ഇപ്പം ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സീനുണ്ട്, അതുപോലെ ഡെയർ ഡബിളിനെ കാണിക്കുന്നുണ്ട്, സ്പൈഡർമാനെ കാണിക്കുന്നുണ്ട്, അയൺമാനെ കാണിക്കുന്നുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ കാണിക്കുന്നു. പിന്നെ എക്സ്മാൻ്റെ ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്നു. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ചാൾസ് എക്സേവിയർ മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആക്ച്വലി ഈ എക്സ്മാൻ 97 എന്നുള്ള പേര് വരാനുള്ള കാരണം എക്സ്മാൻ 97 അല്ലെങ്കിൽ എക്സ്മാൻ എന്ന് പറയുന്ന ഒരു സീരീസ് 1997 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സീരീസിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു സീക്വൽ എന്നുള്ള രീതിയിലാണ് എക്സ്മാൻ 97 എന്നുള്ള പേരിട്ടത്. ഇതിനകത്ത് എക്സ്മാൻ്റെ ഹോൾ സ്റ്റോറിയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എക്സ്മാനകത്ത് എല്ലാവരും ഉണ്ട്. ഈവൻ ജീനുണ്ട്, സൈക്ലോപ്സ് ഉണ്ട്, വൂൾവറിനുണ്ട്, പിന്നെ പ്രൊഫസറുണ്ട്, മാഗ്നിറ്റോ ഉണ്ട്, പിന്നെ ജൂബ്ലി ഉണ്ട്, എല്ലാവരും ഉണ്ട്, സ്റ്റോം ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ എക്സ്മാനകത്ത് കാണാത്ത, എക്സ്മാൻ സിനിമകളിൽ കാണാത്ത എക്സ്മാൻ്റെ ഒരു വേർഷനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം നമ്മൾ എക്സ്മാൻ സിനിമകൾ കണ്ട, അല്ലെങ്കിൽ ഇപ്പം ഡാർക്ക് ഫിനിക്സിലൊക്കെ കണ്ടു ആ ഒരു ജീൻ മരിക്കുന്നതായിട്ടൊക്കെയാണ്. പക്ഷേ ജീൻ തിരിച്ചു വരും. ഫിനിക്സ് ആണ് ജീൻ എപ്പോഴും മടങ്ങി വരും. ആ ഒരു ജീനിനും സൈക്ലോപ്സിനും ഉണ്ടാവുന്ന മകനാണ് കേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെയ്തൻ എന്ന് പറയുന്നത്. ആ ഒരു സാധനം ഫ്യൂച്ചർ, ടൈം ട്രാവൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സീരീസ് ഈ 10 എപ്പിസോഡ് ഉണ്ട്. 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ തീർന്നല്ലോ. അപ്പോൾ ക്രെഡിറ്റ് സീൻ കാണിക്കണം. ക്രെഡിറ്റ് സീൻ കാണിക്കുന്ന സമയത്ത് അതിഗംഭീരമായിട്ട് അടുത്ത ഒരു 2-3 സീസൺ ചെയ്യാനായിട്ടുള്ള ഒരു ത്രെഡ് ഇട്ടിട്ടാണ് ഈ ഒരു സാധനം നിർത്തി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 3-4 എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഒരു യൂഷ്വൽ സീരീസ് കാണുന്നൊരു ഫീൽ കിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ ഗംഭീര സാധനമാണ്. ഗംഭീരത്തെ പ്ലോട്ട് ട്വിസ്റ്റുകൾ വരുന്നത് കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം എക്സ്മാൻ എന്ന് പറയുന്നൊരു സാധനത്തിനകത്ത് എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് കൊണ്ടുവരാം. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ വേൾഡ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു സാധനത്തെ ഒരു അനിമേറ്റഡ് സീരീസിനകത്ത് ഒരു മാസ്റ്റർ പീസ് അല്ലെങ്കിൽ ഒരു ഗോഡ് ഐറ്റം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനമാണ് ഈ ഒരു ചെയ്തു വെച്ചിരിക്കുന്നത് 10 എപ്പിസോഡിൽ. ഓരോ എപ്പിസോഡും അത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാർവലിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു സീരീസ്. നമ്മൾ യൂഷ്വലി കാണുന്ന സാധനമേ അല്ല. അത് മാത്രമല്ല, മാർവൽ ഇപ്പം 3 കാറ്റഗറൈസ് ചെയ്തു. അതായത് മാർവൽ സ്റ്റുഡിയോസ്, മാർവൽ അനിമേഷൻ, മാർവൽ സീരീസ്, അങ്ങനെ 3ആയിട്ട് കാറ്റഗറൈസ് ഉണ്ട്. അപ്പം ഇനി ആനിമേറ്റഡ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാറ്റഗറി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെൻ്റ് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണ്ട. ഇത് കാണുന്ന സമയത്ത് ഇനി എക്സ്മെൻ സിനിമകൾ വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു സാധനം, സ്റ്റോറി ലൈൻ ഉണ്ട്. ഇനി ഒരു 10-20 എക്സ്മാൻ സിനിമകൾ ഇറക്കിയാലും ഈ ഒരു സ്റ്റോറി തീരില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സാധനമാണ്. അതുപോലെ കേബിളിൻ്റെ മാത്രം സ്റ്റോറി എടുത്താലും മതി, അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന ചെറിയൊരു ത്രെഡ് എടുത്ത് തന്നെ ഒരു സിനിമയാക്കാനുള്ളതുണ്ട്. അങ്ങനെ ഇതിനകത്ത് മെയിൻ വില്ലൻ വരുന്നു, ഒന്നിൽ കൂടുതൽ വില്ലന്മാർ വരുന്നു, വില്ലന്മാർ എന്തിനാണ് വരുന്നതും, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് എഡ്ജ് ഓഫ് ദ സീറ്റിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഒരു അനിമേറ്റഡ് സീരീസ് മാർവൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മാർവലിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാവും. മാർവലിൻ്റെ സ്റ്റോറി ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ മാർവൽ അനിമേഷൻ ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ, VFX ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല മാർവൽ നല്ല സീരീസുകൾ ഇറക്കാത്തത്. കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണെന്നാണ് ഈ ഒരു സാധനം കണ്ടപ്പം എനിക്ക് ഫീൽ ചെയ്ത്. എനിക്കൊന്നു വേൾഡ് വൈഡിൽ ഈ ഒരു സീരീസിന് കിട്ടിയൊരു ഒരു സാധനമുണ്ട്. അതായത് എവിടെയും ഇതിൻ്റെ റേറ്റിംഗ് പറഞ്ഞിട്ടില്ല. 9.5 താഴെ ഇതിനൊരു റേറ്റിംഗ് ഇല്ല. ഇതിൻ്റെ ഒരു സീസൺ 2 എഡിറ്റിംഗ് പ്രോസസ്സിലാണ്, സീസൺ 3 ഡിസ്കഷനിലുമാണ്. അപ്പം ഇപ്പം തന്നെ 2 സീസൺ ഇനി വരാനിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനും മാർവൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാർവൽ ഫാൻ ആണെങ്കിൽ
അല്ലെങ്കിൽ എക്സ്മാൻ സീരീസ് കണ്ടിട്ടുള്ള എക്സ്മാൻ്റെ ഫ്രാഞ്ചൈസിലെ ഏത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സ്മാൻ സീരീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം, നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആയിരിക്കും എക്സ്മാൻ 97 എന്ന് പറയുന്നത്.